രക്ഷില്ല, കറവഴിഞ്ഞ് ഗോപാലൻ തന്നെ പിഴിയേണ്ടി വരും. മോളെ ആ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിലെ സ്ത്രീയാ, എന്തോ പൈസക്കാരിവാ. കുഞ്ഞി വാ. ഇവരെന്ത് പറ്റി? അച്ഛൻ രാവിലെ വെറുതെ പാവത്തിനെ പേടിപ്പിച്ചു. പൈസക്കാര്യം എന്ന് പറഞ്ഞപ്പോഴേ കടം തിരിച്ചു ചോദിക്കാൻ വന്ന ആരെങ്കിലും അത് വിചാരിച്ചു കാണും. ആളറിയാതിരിക്കാനാ. വാടി. വേറെ ഒരു നിവൃത്തിയില്ലാത്തോണ്ടാ. അറിയാൻ ചേച്ചി, പഞ്ചായത്തിൽ ഇതുവരെ പാസ്സായില്ല. ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി കരയല്ലേ, ഞാൻ എന്തെങ്കിലും മാർഗം കാണാം, വിഷമിക്കല്ലേ. അതെ, എനിക്ക് ഇപ്പോഴാളിനെ മനസ്സിലായത്. പണ്ട് PSC റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്ന ആരോ അവരുടെ നിയമനം അട്ടിമറിച്ചു. അന്നു മുതൽ തുടങ്ങിയ ദുരിതവാ. പാവം. ഞങ്ങൾ പാർട്ടിയിൽ സീറ്റ് പിടിക്കാന്ന് പറഞ്ഞാൽ പോത്തിനെ പിടിക്കുന്ന പോലെ. എന്താ ലീഡറെ, പോത്തിനെ പിടുത്തോ? നീ ആ ജല്ലിക്കെട്ട് സിനിമ കണ്ടല്ലേ, അതിൽ പോത്തിന്റെ പുറകെ നടക്കുന്ന പോലെ എല്ലാരും പുറകിൽ ജി 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 ഒരു ജി ജി എന്ന് വിളിച്ച് കിടക്കണം. നീ തേച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ഇനി നിൽക്കാൻ പോലും സമയം ഉണ്ടാവില്ലട്ടാ. എന്താടാ ഇത് ഊരില്ലേ? ഒരു ലിഫ്റ്റ് എനിക്ക് സീറ്റ് ഇട്ടു. നമ്മൾ നന്നായിട്ട് വൈകി. നമസ്തേ ജി. ഇത്തവണെങ്കിലും ഒരു ചെറിയ സീറ്റ് കിട്ടാൻ വഴിയുണ്ടോ? എന്റെ കാല് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു വീട്ടിലെ 2 പേർക്ക് സീറ്റ് തരാൻ തൽക്കാലം പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പിന്മാറാൻ തയ്യാറെന്നും പറഞ്ഞ് സുനിത പാർട്ടിക്ക് ഒരു കത്ത് തന്നാലോ? അങ്ങനെയാണെങ്കിൽ സുനന്ദയ്ക്ക് നേരത്തെ ചെയ്തുകൂടെ? നീ വളരുന്നതിൽ അവർക്ക് താല്പര്യമില്ല. ഞാനൊരു ദയ ചെയ്യാം, 2ാമത്തെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ നോക്കാം. പക്ഷേ ഒറ്റ കണ്ടീഷൻ, നീയും ഇവനും കൂടി എന്റെ മോളുടെ ഒരു കല്യാണം മുടക്കിയില്ലേ, ഓർമ്മയുണ്ടോ? ആ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ടുള്ളത്. അവിടെ ചെന്ന് പറഞ്ഞതെല്ലാം നുണയാണെന്ന് ചെറുക്കന്റെ വീട്ടുകാരോട് ഇതേപോലെ കാല് പിടിച്ച് പറയണം. കതറിന് കഞ്ഞി പിഴിയാൻ പാങ്ങില്ലാത്ത നീയൊന്നും എന്റെ മോളുടെ പുറകെ നടക്കണ്ട. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. വിട്ടോ? അല്ല, അലീനെ KPA മറക്കും. ഞാൻ പോവും. എന്തായി? ആ ഗേറ്റ് അങ്ങ് പൂട്ടിയേക്ക്. സീറ്റിന് വേണ്ടി നീ അലക്സിന്റെ കാല് പിടിച്ചത് ഞാൻ അറിഞ്ഞു. നിനക്ക് നാണമില്ലടാ? എത്ര തവണ നിന്റെ കാല് പിടിച്ച് പറഞ്ഞു ഒന്ന് മാറിത്തരാൻ? അത് നീ ചെയ്യാത്തോണ്ടല്ലേ എനിക്ക് ആ കുരങ്ങന്റെ കാല് പിടിക്കേണ്ട വന്നത്. നിന്റെ പേര് ചൗധരിയുടെ ലിസ്റ്റിലുണ്ട്. പക്ഷേ അലക്സ് നിനക്ക് സീറ്റ് തരുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയാലോ? എന്ത് കാരണം? എനിക്കറിയാം, നീയും അയാളും ചേർന്നൊരു ഒത്തുകളിയായിരുന്നു. അല്ലെങ്കിൽ ഞാനും നീയും അയാളുടെ ശത്രുവായി ഈ അച്ഛൻ്റെ മക്കളല്ലേ. പിന്നെ എന്താണ് എന്നെ മാത്രം ഒരു ഒഴിവാക്കൽ? എനിക്കറിയാം നിങ്ങൾ ചേർന്നൊരു ഗ്രൂപ്പ് കളിയാണ് ഇതെന്ന്. നിനക്ക് എന്തറിയാടാ? അലക്സ് ചെയ്തതേ നീ മറന്നു കാണും. എനിക്കതിന് പറ്റത്തില്ല. അമ്മയെ കണ്ട ഓർമ്മ നിന്നേക്കാ കൂടുതലേ എനിക്കാ. അയാളെ ഞാൻ അങ്ങനെ വെറുതെ വിടത്തില്ല. അപ്പോ UDP സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാൻ പോവാണ്. വാർഡ് 4 MK ഗുണപാൽ, വാർഡ് 5 KP സുനന്ദ, 7 PK കുഞ്ഞപ്പൻ, 9 സുകുമാരൻ നായർ, 11 റഷീദ, 14 PP ടോണിക്കുട്ടൻ. എന്താണ് 6 സീറ്റിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്? ബാക്കിയുള്ള സീറ്റുകളിൽ പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഗ്രൂപ്പ് തർക്കമാണോ? ഒരു തർക്കവുമില്ല. ഘട്ടം ഘട്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. നിങ്ങൾ അങ്ങനെ തന്നെ എഴുതിക്കോ. ഈ ലിസ്റ്റിൽ KP ഇല്ലല്ലോ. ശരിക്കും ഗ്രൂപ്പ് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. സോറി, നോ കമന്റ്സ്. എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും. CM പുഷ്കറിന്റെ സ്ഥിരം വാർഡിൽ മറ്റൊരാളാണല്ലോ മത്സരിക്കുന്നത്. പുഷ്കറിന് അടുത്ത ലിസ്റ്റിലുണ്ടാവുമോ? അലക്സിന്റെ ഗ്രൂപ്പുകാരനായ പുഷ്കറിനെ തന്നെ അയാൾ വെട്ടിയോ? ഇതെന്താ അടവ്? അത് അലക്സിന്റെ അടവല്ല, എൻ്റെ ഒരടവാ. അമ്മയെ ബോംബെറിഞ്ഞ കൈയല്ലേ, അതിനീ പഞ്ചായത്തിൽ വേണ്ട.